ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മുസംബി ജ്യൂസാണ്. ഫ്രഷ് ആയിട്ട് എങ്ങനെ മുസംബി ജ്യൂസ് അടിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ ശരീരത്തിനും നമ്മളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലൊരു ഗുണം ചെയ്യുന്നൊരു ജ്യൂസാണ്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഒരു 5 മുസംബിയാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ളൊരു മുസംബി എടുക്കാൻ നോക്കുക. നമുക്ക് വാടാനായതോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ കുറേ ദിവസം കൂടുന്ന വെച്ചതോ അതൊന്നും എടുക്കാതെ നമ്മൾ വാങ്ങിക്കൂടുന്ന പെട്ടെന്ന് തന്നെ അടിച്ച് കുടിക്കാൻ നോക്കണം. അപ്പോഴാണ് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു ജ്യൂസ് കിട്ടുക. ഇപ്പോൾ അത് ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം 2 സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ സാധാ ഫ്രൂട്ട് കട്ട് ചെയ്യുന്ന പോലെ തൊലി ഇങ്ങനെ കളഞ്ഞു കൊടുക്കുക. ഈ മുസംബിയുടെ ജ്യൂസൊക്കെ എടുക്കാൻ പറ്റിയൊരു മെഷീൻ കിട്ടും കേട്ടോ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് പൊട്ടിപ്പോയി. ഇപ്പോൾ ഞാൻ ഇതിങ്ങനെ വെച്ചു. പക്ഷേ അത് നമ്മളുടെ ബുദ്ധിമുട്ടാണ്. നല്ല അങ്ങനെ ഇങ്ങനെ അമർത്തിയെടുക്കണം. ഇതാകുമ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് നമുക്കിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. അതിൻ്റെ ആ വെള്ള കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് കളയാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യണം. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുരുകളുണ്ടെങ്കിൽ കുരു കളയണം കേട്ടോ. ഈ മുസംബിക്ക് കുരുവില്ല, ചിലതിന് കുരു ഉണ്ടാവലുണ്ട്. അപ്പോൾ കുരു ഉണ്ടെങ്കിൽ കുരു കളയണം. അല്ലെങ്കിൽ അത് അടിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കയ്പ്പൊക്കെ വരും. അപ്പോൾ അതിൻ്റെ കുരു ഉണ്ടെങ്കിൽ കുരു കളയുക. പിന്നെ അതുപോലെ സെൻറ്ററിൽ ഈ വെള്ള നാരുകൾ ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ അതും കളയണം കേട്ടോ. കട്ടിയിലൊക്കെ വെള്ള നാരുണ്ടാവും, അപ്പോൾ അതും കളയണം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി. ഇത് രണ്ടാമത്തെ സെയിം ഇതേപോലെ തന്നെ കട്ട് ചെയ്യുക. അതേപോലെ കട്ട് ചെയ്യുക. കുരുണ്ടെങ്കിൽ കുരു കളയുക. ഞാൻ അപ്പോൾ അത് കാണിക്കുന്നില്ല, അത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളത് സ്കിപ്പ് അടിച്ച് പോവും. പിന്നെ അതിന് നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചെടുത്ത് ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തത്. ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്യാം. നമുക്ക് മിക്സിയിലിട്ട് അടിക്കാനുള്ളതല്ലേ. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല. വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നമ്മളിതാ കൊണ്ടുവരികയാണ്. അടച്ചു വെച്ചു. ഇനി നമുക്കത് നല്ല ഫൈനായിട്ട് അടിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതുപോലെ പീസൊന്നുമില്ല. ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കുടിക്കണമെങ്കിൽ കുടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ബൗൾ വെച്ച് ഇതുപോലെ ഒഴിച്ചിട്ട് കുറേശ്ശെ വേണമെങ്കിൽ കുറേശ്ശേക്ക്, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നല്ല ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഇളക്കി കൊടുത്താൽ അത് നന്നായിട്ട് തന്നെ അതിന് ജ്യൂസൊക്കെ ഇറക്കി കിട്ടും കേട്ടോ. നമ്മുടെ ഹെൽത്തിനാണെങ്കിൽ സ്കിന്നിനാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ജ്യൂസാണത്. ഇതേപോലെ ഫ്രഷ് ആയിട്ട് കുടിക്കണം. നമ്മൾ വെള്ളമോ ആഡ് ചെയ്യുന്നില്ല, പാലോ ഷുഗറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതൊന്നും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന ജ്യൂസാണ്. അപ്പോൾ ഒരു മാസമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്തത് കൊളസ്ട്രോൾ കുറയാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ മുസംബി. അതുപോലെ സ്കിന്നിനാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. സ്കിന്നൊക്കെ നല്ല മാറ്റം വരും. 2 ദിവസം കുടിച്ചിട്ട് നമ്മൾ നിർത്താൻ പാടില്ല. കണ്ടിന്യൂസ് കുടിച്ചാലാണ് നല്ല റിസൾട്ട് കിട്ടുക. ജ്യൂസ് ആണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് 1-2 ദിവസം തേച്ചാൽ ഒരു റിസൾട്ട് കിട്ടില്ല. കുടിക്കുകയാണെങ്കിലും കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോഴാണ് അതിന് നല്ല റിസൾട്ട് കിട്ടുക. അപ്പോൾ നമ്മളുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മുസംബി ജ്യൂസാണ്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിതാ നല്ല ഫ്രഷ് ആയിട്ട് എങ്ങനെ കുടിക്കണം. ഇത് ഈ അറബ്സൊക്കെ നല്ല നമ്മൾ 1 കിലോ 2 കിലോ വാങ്ങുന്നുണ്ടെങ്കിൽ അവരെ ട്രോളി നിറച്ച് തന്നെ ഇരിക്കും. അത്രയും ഫ്രഷ് ആയിട്ട് അവരധികം കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈ മുസംബി ജ്യൂസ്. മുസംബി ജ്യൂസ് ആണെങ്കിലും മുസംബിയാണ് കട്ട് ചെയ്ത് കഴിക്കും. ചില മുസംബി പുളി ഉണ്ടാവും, ചിലത് മധുരം ഉണ്ടാവും. അപ്പോൾ പുളി ഉള്ളതാണ് വെച്ചിട്ട് നിങ്ങൾ മധുരം ഇടരുത്. അങ്ങനെ അഥവാ പുളി കൊടുക്കണേ നമ്മൾ കുടിക്കണം. അതാണ് അതിൻ്റെ ഗുണം ചെയ്യുക കേട്ടോ. പിന്നെ ഗസ്റ്റ് വരുന്ന സമയത്താണ് നമുക്കിത് വേണമെങ്കിൽ കുറച്ച് പാലോ കുറച്ച് വെള്ളം ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് ഗസ്റ്റിന് കൊടുക്കുക. പക്ഷെ നമ്മൾ ഹെൽത്ത് നോക്കാനായിട്ട് കുടിക്കുമ്പോൾ ഇതുപോലെ ഫ്രഷ് ആയിട്ട് കുടിക്കാൻ നോക്കുക. ഷുഗറൊന്നും ആഡ് ചെയ്യാത്തല്ല. അപ്പോൾ നല്ലൊരു ഹെൽത്തി ജ്യൂസ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.